നിന്ദിച്ചു ദുഷിച്ചത് ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രായേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലോ. ആമേൻ. ഇതിന്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ അശൂർ രാജാവിന്റെ നിർദ്ദേശപ്രകാരം സൈന്യാധിപനായ സൻഹേരിബ് രാജാവിന്റെ ആളായ റബ്ശാക്കെ കടന്നു വന്ന് യെരൂശലേമിൽ ജീവനുള്ള ദൈവത്തെയും ഹിസ്കിയാവിനെയും വളരെ നിന്ദിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹിസ്കിയാവിനെ കുറിച്ച് നാം നോക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കുമ്പോൾ റബ്ശാക്കെ കടന്നു വന്ന് യെരൂശലേമിലുള്ള ഹിസ്കിയാവിനെയും ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും നിന്ദിക്കുന്നത് കാണുവാൻ സാധിക്കും. സർവോപരി ആ ജീവനുള്ള ദൈവത്തെ നിന്ദിച്ച് സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ നിന്ദിക്കപ്പെട്ട വാക്കുകളെ കേട്ടപ്പോൾ വളരെ വിഷമം തോന്നിയതായ വേദനയുണ്ടായതായ ഹിസ്കിയാവ് യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ ആളെ അയച്ച് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ ആലോചന പ്രകാരം യെശയ്യാ പ്രവാചകൻ പറയുന്ന വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. നീ ആരെയാകുന്നു നിന്ദിച്ചു ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലോ. ആമേൻ, ഹല്ലേലൂയ. വളരെ വേദനയോടെ ആളുകളെ തന്റെ അടുക്കൽ അയച്ചതായ ഹിസ്കിയ രാജാവിനെ വളരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ് പ്രവാചകനിലൂടെ കേൾക്കുവാൻ സാധിച്ചത്. ആമേൻ. റബ്ശാക്കെ കടന്നു വന്ന് ജനത്തെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകുന്നതായി കാണുവാൻ സാധിക്കും. 19-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ശാക്കയെ അവന്റെ യജമാനനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്കുകൾ. ഹല്ലേലൂയ. ഈ വാക്കുകൾ കേട്ട് ദൈവത്തിൽ ആശ്രയിച്ചതായ ദൈവത്തിന്റെ മക്കൾ ഭയപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇപ്രകാരം പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 18-ാം അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കും, ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷ പ്രാപിക്കുവാൻ സാധിക്കയില്ല. ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹല്ലേലൂയ ഒരു നന്മയും പ്രാപിക്കയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നതിയും ഉണ്ടാകയില്ല എന്നിങ്ങനെ പറഞ്ഞ് ജനത്തെ ദൈവ സ്നേഹത്തിൽ നിന്നും പുറകോട്ട് കൊണ്ടുപോകുന്ന റബ്ശാക്കയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ തന്റെ യജമാനനായ അശൂർ രാജാവായ സൻഹേരിബിനെ ആശ്രയിച്ചുകൊണ്ട് അവനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർ നിങ്ങളെ നല്ല നല്ല അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നന്മകളിലേക്ക് അവർ നിങ്ങളെ വഴി നടത്തും എന്ന് പറഞ്ഞ് ജനത്തെ ഹല്ലേലൂയ ദൈവ സ്നേഹത്തിൽ നിന്നും തന്റെ യജമാനനായ സൻഹേരിബിലേക്ക് തങ്ങളുടെ മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, നിങ്ങൾ യജമാനനായ ഈ സൻഹേരിബിനെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രതികൂലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകയില്ല. നിങ്ങൾക്ക് സകലവിധ നന്മകളും ലഭിക്കും. നിങ്ങൾക്ക് ആവശ്യമായ വീഞ്ഞും എണ്ണയും തേനും തുടങ്ങിയ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലഭിക്കും. നിങ്ങളെ എതിർക്കുവാൻ ആരും തന്നെ കടന്നു വരികയില്ല. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് ആരും തന്നെ കടന്നു വരികയില്ല. നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം, ഹിസ്കിയാവിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. ആമേൻ. ജീവനുള്ള ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കരുത്. ഒരിക്കലും ഹല്ലേലൂയ നിങ്ങൾക്ക് യാതൊരുവിധ ആമേൻ നന്മകളും അങ്ങനെ ആയാൽ ലഭിക്കയില്ല എന്ന് പറഞ്ഞ് റബ്ശാക്കെ ജനത്തെ ആമേൻ ദൈവ സ്നേഹത്തിൽ നിന്നും പുറകോട്ട് കൊണ്ടുപോകുന്നതായി കാണുവാൻ സാധിക്കും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആമേൻ, ഹല്ലേലൂയ, തങ്ങളെ ഹല്ലേലൂയ പ്രതികൂല സാഹചര്യത്തിൽ ആമേൻ ദൈവ സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ആമേൻ റബ്ശാക്കയുടെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ടതായ ആമേൻ ഹല്ലേലൂയ ഹിസ്കിയാവിനെയും കൂട്ടരെയും ആമേൻ ജനത്തെയും ധൈര്യപ്പെടുത്തുന്ന യഹോവയുടെ വാക്കുകൾ അത്രേ നാം കേട്ടത്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ നിന്ദിച്ചവൻ ആമേൻ ഹല്ലേലൂയ അവന്റെ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ കേട്ട് മുൻപോട്ട് പോകരുതെന്നുള്ള ദൈവാലോചന അവിടെ ലഭിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നീ ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്? അവിടെ ഹല്ലേലൂയ ഇപ്രകാരം ചോദിക്കുന്നു, നീ ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ജീവനുള്ള ദൈവത്തെ അല്ലയോ? ജീവനുള്ള ദൈവത്തെ
ദൈവത്തെ ആശ്രയിക്കുന്ന ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെ അല്ലയോ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പരിശുദ്ധന് വിരോധമായി സംസാരിച്ചതായ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിന്നോട് ആമേൻ ഹല്ലേലൂയ പ്രതികാരം ചെയ്യുമെന്ന് ആമേൻ ഹല്ലേലൂയ യഹോവയായ ദൈവം ആമേൻ യെശയ്യാ പ്രവാചകനിലൂടെ ആമേൻ ഹിസ്കിയാവിനോട് വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ എന്തൊക്കെ പ്രൗഢിയോടുകൂടെ കടന്നു വന്നാലും ആമേൻ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ആമേൻ ആർക്കും തന്നെ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ആമേൻ ഹല്ലേലൂയ ദൈവത്തെ നിന്ദിക്കുന്നവരെയും ആമേൻ ദൈവത്തിന്റെ മക്കളെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയുന്നവരെയും ഒരിക്കലും ദൈവം വെറുതെ വിടുകയില്ല എന്ന് നമുക്ക് തുടർന്നുള്ള വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ റബ്സാക്യമാർ ഹല്ലേലൂയ എഴുന്നേറ്റ് വരാറില്ലേ? ഹല്ലേലൂയ നമ്മുടെ ജീവിതങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇപ്രകാരമുള്ള റബ്സാക്യമാർ കടന്നു വന്ന് ആമേൻ ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ആമേൻ ദൈവവും നാമുമായിട്ടുള്ള ബന്ധങ്ങളെ പിടിച്ചുലയ്ക്കുന്ന ആമേൻ സാഹചര്യങ്ങളിലൂടെ പലപ്പോഴും നാം കടന്നു പോകാറില്ലേ? ഹല്ലേലൂയ നാളുകളിൽ നാം ഒന്ന് ശാന്തമായി ചിന്തിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒരു വട്ടമല്ല പലപ്പോഴും ആമേൻ ഒത്തിരി പ്രാവശ്യം ഹല്ലേലൂയ ഇപ്രകാരമുള്ള നെഗറ്റീവ് വാക്കുകൾ ഹല്ലേലൂയ നാം കേൾക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഒന്ന് നാം മറന്നു പോകരുത്. നമ്മെ ദൈവത്തിൽ നിന്നും ഹല്ലേലൂയ അകറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഏത് പ്രതികൂലങ്ങളെയും ദൈവം ഒരിക്കലും ഹല്ലേലൂയ വെറുതെ വിടുകയില്ല. ഹല്ലേലൂയ ആമേൻ പ്രിയ ദൈവജനമേ, ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും പ്രതിസന്ധികൾ കടന്നു വന്നാലും ആമേൻ അതിന്റെ മധ്യേ നമ്മെ വിടുവിക്കുവാൻ ആമേൻ അതിലൂടെ നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനത്രേ. ഹല്ലേലൂയ റീഖമാന ശാരബരിഗമന ഊഡാര ശാരബരിഗബല റീബൽ ശലബ. ആമേൻ ഹല്ലേലൂയ പ്രിയ ദൈവജനമേ, റബ്സാക്യമാർ അനവധിയായി എഴുന്നേറ്റാലും ആമേൻ ഹല്ലേലൂയ പലപ്പോഴും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ റീഖമാന ശാരബരിഗബല റീബൽ ശലബ നമ്മെ ശാരീരികമായി മാനസികമായി തകർക്കുന്ന നിലവാരത്തിൽ ആമേൻ ഹാൽ ഒത്തിരി വാക്കുകൾ പറഞ്ഞാലും ആമേൻ ഹാൽ ചിലപ്പോൾ പ്രവർത്തിച്ചെന്ന് തന്നെ വരാം. എന്നാൽ അതിനൊന്നും തന്നെ ഹാലിൽ കീഴ്പ്പെട്ടു പോകരുതേ എന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവത്താൽ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നോട്ട് പോകണമെന്ന് ആമേൻ ഹല്ലേലൂയ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ആമേൻ പ്രിയ ദൈവജനമേ, നമ്മെ ഓരോരുത്തരെ കുറിച്ചും ആമേൻ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആമേൻ ഹല്ലേലൂയ റബ്സാക്യമാരുടെ വാക്കുകൾ കേട്ട് ആമേൻ ഒരിക്കലും നാം ദൈവത്തിന് വിരോധമായി ഹല്ലേലൂയ ആമേൻ പോകണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ ആമേൻ ഹല്ലേലൂയ നമുക്കെതിരെ ആമേൻ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയുന്ന ദൈവ കൃപകളെ നമ്മിൽ നിന്നും അകറ്റിക്കളയുന്ന ആമേൻ ദൈവത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുന്ന ഹല്ലേലൂയ നിലവാരങ്ങളിൽ നിന്ന് നമ്മെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മാറ്റുന്നതായ ആമേൻ ഹല്ലേലൂയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ആമേൻ റബ്സാക്യമാർ ഹല്ലേലൂയ കൊണ്ടുവന്നാലും അതിനെ നാം തിരിച്ചറിയുന്നവരായി റീഖമാന ശാനബരിഗബല റീബൽ ശലബ ആമേൻ ഹല്ലേലൂയ ആ റബ്സാക്യമാരുടെ വാക്കുകൾ തിരിച്ചറിഞ്ഞ് ആമേൻ അവരുടെ പ്രവൃത്തികൾ നമുക്കും ആമേൻ കർത്താവിനും എതിരായിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റീഖമാന ശാനബരിഗമന ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമെങ്കിൽ റീഖമാന ശാനബരിഗബല റീബൽ ശലബ റബ്സാക്യമാർ ഏത് വാക്കു പറഞ്ഞാലും നമ്മെ ഹല്ലേലൂയ ഏത് വിധേന തകർത്തു കളഞ്ഞാലും റിമനഗര ശാനബരിഗമന അതിന്റെ മധ്യേ ഹല്ലേലൂയ ആമേൻ അത്ഭുതങ്ങളെ ചെയ്ത് ആമേൻ ഹല്ലേലൂയ വീരനാം ദൈവമായി ആമേൻ ഹല്ലേലൂയ നമ്മെ ആമേൻ അനുഗ്രഹിക്കുന്ന ദൈവമത്രേ നമ്മുടെ ദൈവം. ആമേൻ ഹല്ലേലൂയ പ്രതികൂലങ്ങളെ ആമേൻ പ്രതിസന്ധികളെ തകർത്തുകൊണ്ട് ആമേൻ നമ്മെ വിടുവിക്കുവാനും അനുഗ്രഹിക്കാനും ഈ ദൈവം സർവശക്തനായി എന്നും നമ്മോട് കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ നമ്മെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയുന്ന ആരുടെയും വാക്കുകൾ കേട്ട് നാം ഭയപ്പെട്ടു പോകരുത്. കാരണം ആമേൻ ഹല്ലേലൂയ സകലത്തിനും ഉടയവനായ ആമേൻ സകലവും നന്നായി ചെയ്യുന്നവനായ ആമേൻ ഹല്ലേലൂയ യേശു കർത്താവത്രേ നമ്മുടെ ദൈവം. ആമേൻ ഹല്ലേലൂയ ആ ദൈവം ഒരിക്കലും നമ്മെ ശത്രുവിന്റെ കയ്യിൽ ആമേൻ ഹല്ലേലൂയ അകപ്പെടുത്തുകയില്ല. ആമേൻ ശത്രുവിന്റെ മുമ്പിൽ തോറ്റു പോകുവാൻ നമ്മെ ഹല്ലേലൂയ ഇടയാക്കുകയില്ല എന്ന് ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവനാമത്തെ നിന്ദിച്ച ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആമേൻ ഹല്ലേലൂയ തങ്ങളെ നിന്ദിച്ച ഹല്ലേലൂയ മുന്നോട്ട് പോകുന്ന റബ്സാക്കയെ പേടിച്ചതായ ആമേൻ ഹല്ലേലൂയ അവന്റെ വാക്കുകൾ കേട്ട് ആമേൻ ഹല്ലേലൂയ ഭയപ്പെട്ടതായ ഹിസ്കിയാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ ഒരിക്കലും ആമേൻ ഹല്ലേലൂയ നമ്മെ തകർക്കുവാൻ നോക്കുന്നവരെ വാക്കുകളെ കേട്ട് ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. ആമേൻ ഹല്ലേലൂയ നാം ദൈവത്തിൽ ആമേൻ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാത്രേ ചെയ്യേണ്ടത്. ആമേൻ ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ ആമേൻ ഹല്ലേലൂയ ഹിസ്കിയാവിനെ ഇപ്രകാരം ആശ്വസിപ്പിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവ
ജീവനുള്ള ദൈവത്തെ നിന്ദിച്ചവരെ ദൈവം ഒരിക്കലും വെറുതെ ഹല്ലേലൂയ വിടുകയില്ല. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന് വിരോധമായി സംസാരിച്ചവരോട് ദൈവം ഇടപെടുമെന്ന് ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ മക്കളെ തൊടുക ദൈവം ആരെയും അനുവദിക്കില്ല. പ്രിയ ദൈവജനമേ ആമേൻ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ തൊട്ടിട്ട് ആരും ഹല്ലേലൂയ വെറുതെ പോകയില്ല. ആമേൻ ദൈവത്തിന്റെ മക്കളെ തൊട്ടിട്ട് ആമേൻ ആരും തന്നെ ഹല്ലേലൂയ ജയാളികളായി ആമേൻ ഹല്ലേലൂയ മാറുകയില്ല. ആമേൻ സന്തോഷം അനുഭവിക്കുകയില്ല. ആമേൻ അനുഗ്രഹങ്ങൾ ഹല്ലേലൂയ അനുഭവിക്കുകയില്ല എന്ന് ആമേൻ ഹല്ലേലൂയ നാം മറന്നു പോകരുത്. ഹല്ലേലൂയ ആമേൻ നമ്മെ അനുഗ്രഹിച്ച നമ്മെ ഹല്ലേലൂയ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്ന ആ ദൈവം ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരിക്കും. ആമേൻ ഹല്ലേലൂയ 2 രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 32-ാമത്തെ തിരുവചനം നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു. ആമേൻ ഹല്ലേലൂയ അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരമ്പ് അവിടെ ഏകയില്ല, അതിന്റെ നേരെ പരിചയോട് കൂടെ വരികയില്ല, അതിനെതിരെ വാട കോരുകയുമില്ല. അതേ പ്രിയ ദൈവജനമേ ഹല്ലേലൂയ ദൈവം തന്റെ മക്കൾക്ക് അവൻ സംരക്ഷകനായി കൂടെയുണ്ട്. ഒരിക്കലും ഹല്ലേലൂയ ശത്രുവായവൻ ആമേൻ ഹല്ലേലൂയ ദൈവ മക്കളുടെ സമീപത്ത് പോലും അവൻ വരുവാൻ ഹല്ലേലൂയ അനുവദിക്കുകയില്ല എന്ന് അവൻ നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങി പോകുമെന്നാണ് ആമേൻ ഹല്ലേലൂയ യഹോവയായ ദൈവം ആമേൻ ഹിസ്കിയാവിന് ആമേൻ ദൈവാലോചന കൊടുത്തത്. ഹല്ലേലൂയ ആമേൻ റിഖമാന ശാനബരിഗമന ആമേൻ ശത്രുവിന്റെ വാക്കുകൾ കേട്ട് നാം ഭയപ്പെട്ട് ഒതുങ്ങിക്കൂടുവാൻ ശ്രമിച്ചാൽ ആമേൻ ഹല്ലേലൂയ ആ ഒരു നിലവാരത്തിലായി മാറുവാൻ ഇടയായാൽ അവൻ ശത്രുവായവൻ അത് മുതലെടുത്തുകൊണ്ട് നമ്മെ തകർത്തു കളയുവാൻ ഇടയാകും. ഹല്ലേലൂയ അവൻ ഒരിക്കലും പ്രതികൂലങ്ങളെ കണ്ട് നാം ഭയപ്പെട്ടു പോകരുത്. അവൻ ഭയപ്പെട്ടു പോകുവാൻ ഇടയായാൽ ആ ഭയം നമ്മെ തകർത്തു കളയും. പ്രിയ ദൈവജനമേ അവൻ അതിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ നാളുകളിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ശത്രുക്കൾ വന്ന വഴിക്ക് തന്നെ മടങ്ങി പോകത്തക്ക നിലവാരത്തിൽ ആമേൻ ഹല്ലേലൂയ ശക്തനായ ദൈവം ആമേൻ ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ ഹല്ലേലൂയ എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ യഹോവയായ ദൈവം ഇപ്രകാരം പറയുന്നു, എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കുമെന്ന് ആമേൻ ഹിസ്കിയാവിനോട് ഉറപ്പ് നൽകുന്ന ആമേൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ പിന്നത്തേതിൽ നാം നോക്കുമ്പോൾ അവൻ 35-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് രാത്രി തന്നെ യഹോവയുടെ ദൂതൻ അവൻ പുറപ്പെട്ട ശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നുകളഞ്ഞതായി അവൻ കാണുവാൻ സാധിക്കുന്നു. അവൻ ദൈവത്തിന്റെ മക്കൾക്കെതിരെ കടന്നു വന്ന അവൻ ഹല്ലേലൂയ ഹിസ്കിയാവിനെതിരെ കടന്നു വന്ന അവരെ തകർത്തു കളയുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ ഹല്ലേലൂയ തങ്ങൾക്ക് അവൻ സ്വതവേ സാധിക്കുകയില്ല എന്ന് നന്നായിട്ട് അറിയാമായിരുന്ന ശൂർ രാജാവ് അവൻ റബ്സാക്കെയും അവൻ അവരെ ദൈവ സ്നേഹത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞാൽ മാത്രമേ അവരെ ഹല്ലേലൂയ ദൈവാശ്രയത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞാൽ മാത്രമേ അവൻ തങ്ങൾക്ക് അവരെ ഹല്ലേലൂയ തോൽപ്പിച്ചു കളയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കിക്കൊണ്ട് ജീവന്റെ ഉടയവരെ നിന്ദിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ കടന്നു വന്നതായ അവൻ ഹല്ലേലൂയ അശ്ശൂർ രാജാവായ സൻഹേരീബും കൂട്ടരും. എന്നാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു അവൻ ഹല്ലേലൂയ 1,85,000 പേരെ അവൻ ഒരു രാത്രിയിൽ തന്നെ യഹോവയുടെ ദൂതൻ കൊന്നു കളഞ്ഞു. ഹല്ലേലൂയ ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ എല്ലാവരും ചത്തുകിടക്കുന്നതാണ് കണ്ടത്. തങ്ങൾ ഹല്ലേലൂയ അവൻ പകൽക്കാലം മുഴുവനും അവൻ ഭയപ്പെട്ടതായ ഹല്ലേലൂയ ശത്രു സൈന്യം അവൻ ഹല്ലേലൂയ സകലരും ഒരു രാത്രി കൊണ്ട് ചത്തുകിടക്കുന്നത് കാണുമാറാക്കിയ അവൻ പരിശുദ്ധനത്രേ ഹല്ലേലൂയ നമ്മുടെ കർത്താവ്. അവൻ ഹല്ലേലൂയ പിന്നത്തേതിൽ അവൻ നാം നോക്കുമ്പോൾ 36-ാമത്തെ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും അവൻ ഹല്ലേലൂയ സൻഹേരീബ് യാത്രയിൽ നിന്ന് മടങ്ങിപ്പോയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ കർത്താവ് ആമേൻ ഹല്ലേലൂയ പറഞ്ഞതുപോലെ തന്നെ അവൻ ഹല്ലേലൂയ യാത്രയിൽ അവൻ മടങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ അവരുടെ ദേവനായ ആമേൻ ഹല്ലേലൂയ നിസ്രാക്കിന്റെ ക്ഷേത്രത്തിൽ അവൻ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരാൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ മരണപ്പെടുവാനിടയായി. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും അവൻ ദൈവത്തിന്റെ മക്കളെ തൊട്ടിട്ട് അവൻ ആരും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടതായി ആരും രക്ഷ പ്രാപിച്ചതായി നമുക്ക് ആമേൻ ഹല്ലേലൂയ കാണുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ റിഖമന ശാനബരിഗമന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ അവൻ നമുക്കെതിരെ ഹല്ലേലൂയ എത്ര തന്നെ റബ്സാഖ്യമാർ എഴുന്നേറ്റാലും ആമേൻ ഹല്ലേലൂയ നമുക്കെതിരെ ഹല്ലേലൂയ ആരൊക്കെ എങ്ങനെ സംസാരിച്ചാലും അവരുടെ വാക്കുകളെ കേട്ട് നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഒരിക്കലും ഹല്ലേലൂയ ഉപേക്ഷിച്ചു കളയരുത്. നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഒരിക്കലും മറന്നു കളയരുത്. ഹല്ലേലൂയ
ആമേൻ ഹല്ലേലൂയ. ചിലപ്പോ ചില ഭൗതിക നന്മകൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ലഭിക്കാതെ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവത്തെ ആമേൻ തള്ളി പറയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആമേൻ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണ്. ജീവിതത്തിൽ വളരെ ഞെരുക്കത്തിലൂടെ കടന്നുപോയി. ആമേൻ ഹല്ലേലൂയ ജപ്തി ഭീഷണിയിലായിരുന്നു. ആമേൻ ഹല്ലേലൂയ കുടുംബത്തിലെ ആമേൻ പെൺ തലമുറയ്ക്ക് ആമേൻ +2 കഴിഞ്ഞ് പഠിക്കുവാൻ പോലുമുള്ള ആമേൻ സാമ്പത്തികമില്ലാതെ വളരെ നിരാശയിലായി. ഹല്ലേലൂയ. ആമേൻ നഴ്സിംഗ് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആ കുട്ടി ആയിരുന്നുവെങ്കിലും അതിന് പോലും സാധിക്കാത്ത നിലവാരത്തിൽ ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് പോയി. ഹല്ലേലൂയ. ആ ഒരു നിലവാരത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്ന സമയത്ത് ആമേൻ ഹല്ലേലൂയ അവർ ഒരു ആലയത്തിൽ കടന്നു പോകുവാനിടയായി. ആമേൻ ഹല്ലേലൂയ ആലയത്തിലെ പുരോഹിതൻ ആമേൻ ഹല്ലേലൂയ വളരെ ആമേൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സഹായിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ വളരെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അർഹതയുള്ളവരെ സഹായിക്കുന്ന ഒരു ഹല്ലേലൂയ ആത്മീയ മനുഷ്യനായിരുന്നു. അവൻ താൻ ഹല്ലേലൂയ അപ്രകാരം ആ കുടുംബത്തെ സഹായിച്ചു, സാമ്പത്തികപരമായിട്ടൊക്കെ സഹായിച്ചു. ആ പെൺകുഞ്ഞിനെ ഹല്ലേലൂയ നഴ്സിംഗ് പഠനത്തിന് അയച്ചു. അവൾ നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് വീട്ടിൽ വന്നു. ആമേൻ ഒരു ആൺ തലമുറ ഉണ്ടായിരുന്നതിനെ ആമേൻ ഹല്ലേലൂയ ബൈബിൾ കോളേജിൽ അയച്ചു പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ ഉണ്ടായി. എന്നാൽ ഒരു ചെറിയ ആമേൻ ഭൗതിക നന്മയെ ചൊല്ലി ആമേൻ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ആലയത്തിൽ നിന്ന് തന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ പുറത്തു വന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പിന്നത്തേതിൽ ആലയത്തിൽ കടന്നു പോകുവാനോ ആ അഭിഷിക്തനുമായി ചേർന്ന് പോകുവാനോ അവർക്ക് മനസ്സില്ലാതെ ആമേൻ ഹല്ലേലൂയ പിന്നോട്ട് വന്നത് കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ചില ഭൗതിക നന്മകളെ ചൊല്ലി ആമേൻ ഹല്ലേലൂയ ആമേൻ മറ്റുള്ളവർ നമ്മെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ പലതും പറഞ്ഞിരിക്കാം. ഹല്ലേലൂയ ഇവർ ആ ഹല്ലേലൂയ ആലയുമായി വേർപിരിയാൻ തന്നെ കാരണം ആമേൻ ഹല്ലേലൂയ ചില വ്യക്തികൾ അവരോട് ആമേൻ ഹല്ലേലൂയ പറയുവാനിടയായി, നിങ്ങൾ ഇത്രയും കാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ വ്യക്തിയുമായിട്ട് ആമേൻ ആ ദൈവ മനുഷ്യനുമായിട്ട് ചേർന്ന് നിന്നിട്ട് ആമേൻ നിങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ ആ നന്മ ആമേൻ ലഭിച്ചില്ലല്ലോ. ആമേൻ നിങ്ങൾ ആമേൻ ഹല്ലേലൂയ ചിന്തിച്ചതായ നിങ്ങൾ ആഗ്രഹിച്ചതായ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ആമേൻ ഹല്ലേലൂയ ചില വാക്കുകൾ കേട്ടാണ് ആമേൻ ആ ദൈവ സ്നേഹത്തെ അവർ വിട്ടുകളഞ്ഞത്. ആമേൻ ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവജനമേ, ആമേൻ നാം പലവിധമായ വിഷയങ്ങളാൽ ആമേൻ ആമേൻ പലപ്പോഴും ആയിരിക്കാറുണ്ട്. ആമേൻ ഹല്ലേലൂയ ചില വിഷയങ്ങളിൽ നാം ആമേൻ ഹല്ലേലൂയ വർഷങ്ങൾ കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിരിക്കാം. അവൻ വളരെ നമ്മെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളായിരിക്കാം. ആമേൻ ഹല്ലേലൂയ ചിലപ്പോൾ അവൻ മറ്റുള്ളവർ നമ്മോട് പറയും, ആമേൻ ഇത്രയും കാലം അവൻ പ്രാർത്ഥിച്ചിട്ടും ഒന്നും ലഭിച്ചില്ലേ ഇല്ലല്ലോ. ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ടും അവൻ ദൈവത്തിന് വേണ്ടി നിന്നിട്ടും ആമേൻ ഹല്ലേലൂയ ആ നന്മ നിങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ. ആമേൻ ഹല്ലേലൂയ അതുകൊണ്ട് തന്നെ ആമേൻ ഹല്ലേലൂയ ദൈവാശ്രയത്തെ അവൻ വിട്ടുപോരുവിനെന്ന് ഹല്ലേലൂയ അവൻ പറയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ. എന്നാൽ പ്രിയ ദൈവജനമേ, ആ റബ്സാഖ്യമാരുടെ വാക്കുകൾ കേട്ട് നാം ഒരിക്കലും ദൈവ സ്നേഹത്തെ തള്ളിക്കളയരുത്. ആമേൻ ഹല്ലേലൂയ. പിന്നത്തേതിൽ നാം തകർച്ചകളിലേക്ക് ആമേൻ ഹല്ലേലൂയ കൂപ്പുകുത്തി പോകുമെന്ന് ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്. ഹല്ലേലൂയ ഒരു കാലത്ത് ദൈവം ഏറെ അനുഗ്രഹിച്ചതായ ആമേൻ ഒത്തിരി പ്രിയപ്പെട്ടവർ ആമേൻ മാനുഷിക വാക്കുകൾ കേട്ട് ആ ദൈവ സ്നേഹത്തെ മുറുകെ പിടിക്കാത്തത് കാരണം ആമേൻ തകർച്ചകളിലേക്കും പരാജയത്തിലേക്കും ആമേൻ കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ ഹല്ലേലൂയ എന്തൊക്കെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും ദൈവ സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുവെങ്കിൽ ആമേൻ നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആമേൻ കരങ്ങളിൽ നാം സുരക്ഷിതരായിരിക്കും. ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ 71 അതിന്റെ 22 മുതലുള്ള ചില വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, എന്റെ ദൈവമേ ഞാനും വീണകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെ കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമുക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച ഹല്ലേലൂയ അവൻ ഭ്രമിച്ചു പോകത്തക്ക നിലവാരത്തിൽ നമ്മെ വീണ്ടെടുത്തതായ നമ്മെ കരുതിയതായ ദൈവം നമ്മുടെ പ്രാണനെ ഹല്ലേലൂയ കരുതി ആമേൻ ഹല്ലേലൂയ അവൻ ഘോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് അവൻ ജീവിതത്തിൽ ആയിരിക്കത്തക്ക നിലവാരത്തിൽ നമ്മെ മാനിച്ചതായ ആ സർവശക്തന്റെ ഹല്ലേലൂയ ആമേൻ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ആമേൻ പ്രിയ ദൈവജനമേ, നമ്മുടെ മിടുക്ക് കൊണ്ടോ ആമേൻ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല നാം ഇന്നാളുകളിൽ ഹല്ലേലൂയ ഈ സ്ഥാനമാനങ്ങളിലായിരിക്കുന്നത്. ആമേൻ ഈ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഹല്ലേലൂയ നാം അനുഭവിക്കുന്നുവെങ്കിൽ അതൊന്നും നമ്മുടെ മിടുക്ക് കൊണ്ടല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ പലപ്പോഴും നമ്മെ തകർത്തു കളയുക, നമ്മെ ഇല്ലായ്മ ചെയ്യുക, അവൻ
പോലും പറയാത്ത ആമേൻ ഹല്ലേലൂയ പറയാൻ പാടില്ലാത്ത നിലവാരത്തിൽ ആമേൻ ഹല്ലേലൂയ സാധിക്കാത്ത നിലവാരത്തിൽ നമ്മെ തകർത്തു കളയുക ആമേൻ പതർപ്പാറ്റി കളയുന്നത് പോലെ നമ്മെ ഹല്ലേലൂയ തകർത്തു കളയുക അവൻ ശത്രുവായവൻ പദ്ധതിയിട്ടപ്പോഴും അവൻ കൊടുങ്കാറ്റ് പോലെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ആഞ്ഞടിച്ചപ്പോഴും അവൻ അവിടെ ഒന്നും തകർന്നു പോകാതെ നാം നശിച്ചു പോകാതെ അവൻ ഹല്ലേലൂയ നമ്മെ അവൻ ദൈവം നിർത്തിയിരിക്കുന്നുവെങ്കിൽ അവൻ ഹല്ലേലൂയ ശത്രുവിന്റെ സകല കോട്ടകളെയും അവൻ തകർത്തുടച്ചുകൊണ്ട് അവൻ ശത്രുവിന്റെ സകല ഭുജവീര്യത്തെയും അവൻ തകർത്തുകൊണ്ട് ദൈവകൃപയിൽ ഹല്ലേലൂയ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ അതൊക്കെയും ദൈവത്തിന്റെ കൃപയത്രേ. അവൻ നമുക്കെതിരെ കടന്നു വന്നതായ അവൻ ദുഷ്ടന്റെ സകല അവൻ തന്ത്രങ്ങളെയും ഹല്ലേലൂയ തകർത്തുകൊണ്ട് അവൻ ദുഷ്ടന്റെ സകല അവൻ ഹല്ലേലൂയ ആശയങ്ങളെയും അവൻ തകർത്തുകൊണ്ട് അവൻ ഹല്ലേലൂയ ശത്രുവിന്റെ വാക്കുകൾ കേട്ട അവൻ വിശ്വാസ ജീവിതത്തിൽ അവൻ തകർന്നു പോകാതെ അവൻ പരാജയപ്പെട്ടു പോകാതെ അവൻ നാളുകളിൽ ഹല്ലേലൂയ നാം കർത്താവിന്റെ കരങ്ങളിലായിരിക്കുന്നുവെങ്കിൽ അവൻ സുരക്ഷിതത്വം അവൻ ഹല്ലേലൂയ അനുഭവിക്കുന്നുവെങ്കിൽ അതിന്റെ ഒക്കെയും പിന്നിൽ അവൻ ഹല്ലേലൂയ സർവശക്തനായ അവൻ ഹല്ലേലൂയ സർവ സൈന്യാധിപനായ നിത്യപിതാവായ അവൻ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് അവൻ തിരിച്ചറിയാതെ പോകരുത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് ആമേൻ ഹല്ലേലൂയ നമുക്കൊന്നും തന്നെ ആയിത്തീരുവാൻ സാധിക്കുകയില്ല പ്രിയ ദൈവജനമേ. ആമേൻ ഹല്ലേലൂയ പലപ്പോഴും അവൻ ശത്രുവായവൻ നമ്മെ ആമേൻ ഹല്ലേലൂയ തകർത്തു കളയുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്ന ചില ആമേൻ ഹല്ലേലൂയ വിഷയങ്ങൾ പോലും പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ അംഗീകരിക്കുവാൻ സാധിക്കാത്ത നിലവാരത്തിൽ അവൻ എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ള ആമേൻ ഹല്ലേലൂയ ചിന്ത പോലും നമ്മുടെ മനസ്സിൽ അവൻ വരാത്ത നിലവാരത്തിൽ നാം ഭാരപ്പെട്ടപ്പോൾ ഹല്ലേലൂയ അവിടെ ഒന്നും തകർന്നു പോകാതെ നിലനിർത്തിയത് നമ്മുടെ കർത്താവത്രേ. ആമേൻ ഹല്ലേലൂയ അവിടെ ഒക്കെയും ഒത്തിരി നെഗറ്റീവ് വാക്കുകൾ ഹല്ലേലൂയ കേൾക്കേണ്ടി വന്നുവെങ്കിലും ആമേൻ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ബന്ധം അവൻ തകർന്നു പോകാതെ അവൻ ദൈവകൃപയിൽ ഉറപ്പോടെ നിന്നുകൊണ്ട് അവൻ ദൈവിക നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ അവൻ സഹായിച്ചതായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ആമേൻ ഹല്ലേലൂയ അവൻ നെഗറ്റീവ് വാക്കുകൾ കേട്ട അവൻ ഭയന്നിരിക്കാതെ ആ കർത്താവിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കുവാൻ അവൻ വാഴ്ത്തി സ്തുതിക്കുവാൻ നാം ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്. ഉത്സാഹമുള്ളവരായി തന്നെ അവൻ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ആമേൻ ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ ആമേൻ ഹല്ലേലൂയ 33-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആമേൻ ഹല്ലേലൂയ യഹോവയുടെ വചനം അവൻ നേരുള്ളതത്രേ. ഹല്ലേലൂയ ആ വചനത്താലാണ് അവൻ ദൈവം നമ്മെ വിടുവിക്കുന്നത്. ആ വചനത്താൽ വിശ്വസ്തയോടെ നമ്മോട് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തെ അവൻ കിന്നരം കൊണ്ട് സ്തോത്രം ചെയ്യുന്നവരായി അവൻ 10 കമ്പിയുള്ള വീണ കൊണ്ട് സ്തുതി പാടുന്നവരായിരിക്കും. അവൻ ഹല്ലേലൂയ ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിച്ച് അവൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുവാൻ അവൻ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു അവൻ കർത്താവിന്റെ ദയയാൽ മാത്രമാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത്. അവൻ ഹല്ലേലൂയ ശത്രുക്കൾ അവൻ ഹല്ലേലൂയ നമുക്കെതിരെ ഹല്ലേലൂയ വാടകോരി അടുക്കുമ്പോൾ അവൻ ഹല്ലേലൂയ കുടുംബത്തിൽ നിന്നോ അവൻ ഹല്ലേലൂയ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നോ ഒത്തിരി ശത്രുതകൾ ഹല്ലേലൂയ തലവെക്കുമ്പോൾ അതിനെയൊക്കെയും തകർത്തുകൊണ്ട് ജീവന്റെ ഉടയവൻ നമ്മെ നിലനിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കർത്താവിനെ അവൻ നന്ദിയോടെ സ്തുതിക്കുന്നവരായി അവൻ നന്ദിയോടെ വാഴ്ത്തുന്നവരായിരിക്കണമെന്ന് അവൻ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ അവൻ കർത്താവ് തന്റെ വായിലെ ശ്വാസത്താൽ അവൻ ശത്രുക്കളെ ഹല്ലേലൂയ തകർത്തുകൊണ്ട് നമ്മെ ജയാളികളാക്കി വഴി നടത്തുന്നു. അവൻ ഹല്ലേലൂയ ആ ദൈവത്തെ അവൻ ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നവരായിരിക്കാം. ഒരിക്കലും ആ ദൈവത്തെ ആരാധിപ്പാൻ അവൻ ആ കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ നാം ശങ്കിക്കരുത്. ഹല്ലേലൂയ മടി കാണിക്കരുത്. ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ആ ദൈവത്തെ ആരാധിപ്പാൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരിക്കലും നാം മടി കാണിക്കരുത് എന്ന് ആമേൻ ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ മടിയാണ്, ദൈവത്തെ സ്തുതിക്കുവാൻ മടിയാണ്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ അനുഗ്രഹിച്ചെന്നോ മാനിച്ചെന്നോ പറയുവാൻ പോലും അവൻ നാം മടി കാണിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഒരു മടിയും കാണിക്കാതെ വിശ്വസ്തയോടെ നമ്മോട് കൂടെ ഇരുന്ന് അവൻ നമ്മുടെ തകർച്ചകളിൽ കൂടെ ഇരുന്ന് നമ്മുടെ നിരാശകളിൽ കൂടെ ഇരുന്ന് ആശ്വാസദായകനായി അവൻ വിടുവിക്കുന്ന ദൈവമായി ശ്രേഷ്ഠ ഹല്ലേലൂയ അവൻ പിതാവായി ഹല്ലേലൂയ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തെ ഒരിക്കലും ഹല്ലേലൂയ
നാം മടിച്ച് ആമേൻ ഹല്ലേലൂയ ആരാധിക്കരുത്. മടി ഹല്ലേലൂയ ജീവിതത്തിൽ അവൻ തകർച്ചകൾക്ക് കാരണമാകും. പ്രിയ ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ ഹല്ലേലൂയ വളരെ ഉത്സാഹത്തോടെ അവൻ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നാം ഹല്ലേലൂയ താല്പര്യം കാണിച്ചാൽ അവൻ ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ കർത്താവിന്റെ കൃപയിൽ നിൽക്കുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിപ്പാൻ സർവശക്തനത്രേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നമ്മുടെ സകല ബലഹീനതകളെ മാറ്റുവാൻ ആ ദൈവം സർവശക്തനത്രേ. ആമേൻ സങ്കീർത്തനങ്ങൾ 78 അതിന് 41 വാക്യം ഇപ്രകാരം പറയുന്നു, അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ആമേൻ ഹല്ലേലൂയ. സങ്കീർത്തനം നാം നോക്കുമ്പോൾ ഇസ്രായേൽ ജനം ആമേൻ ഹല്ലേലൂയ ദൈവത്തെ പരീക്ഷിച്ച് അവൻ മുന്നോട്ട് പോയത് നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വളരെ ആമേൻ സവിസ്തരം പറയുന്ന ഒരു സങ്കീർത്തനം അത്രേ ഹല്ലേലൂയ 78 സങ്കീർത്തനം. ആമേൻ ഹല്ലേലൂയ. നമുക്ക് പഴയ നിയമം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ ഏകദേശം 10 പ്രാവശ്യത്തോളം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ദൈവത്തിന്റെ കൃപകളെ ഹല്ലേലൂയ അവൻ ഓർക്കാതെ അവൻ ദൈവത്തിന് വിരോധമായി തീർന്നതായ ജനം ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വാഗ്ദത്ത നാട്ടിൽ ഹല്ലേലൂയ കടന്നു ചെല്ലുവാൻ സാധിക്കാതെ വണ്ണം ആമേൻ ഹല്ലേലൂയ അവർ വഴിയിൽ വെച്ച് ആമേൻ ഹല്ലേലൂയ നശിച്ചു പോകുവാനിടയായി. ആമേൻ ഹല്ലേലൂയ യോശുവയും കാലേബും ഒഴിച്ച ബാക്കി ആർക്കും തന്നെ ആമേൻ ഹല്ലേലൂയ വാഗ്ദത്ത നാട് അവൻ കാണുവാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ അതിനെ അവകാശമാക്കുവാൻ സാധിച്ചില്ല. ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ ഹല്ലേലൂയ ദൈവം നമുക്ക് ഒത്തിരി നന്മകൾ കരുതി വെച്ചിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മുടേതായിട്ടുള്ള ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയിൽ ആമേൻ ഹല്ലേലൂയ നാം നിൽക്കാത്തത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നാം ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ സാന്നിധ്യത്തെ മറന്നുകൊണ്ട് നമ്മെ കർത്താവിൽ നിന്ന് അകറ്റി കളയുന്ന റബ്സാഖ്യമാരുടെ വാക്കുകൾ കേട്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മെ വിളിച്ചവൻ വിശ്വസ്തനെന്ന് ചിന്തിക്കുവാൻ ആമേൻ നമ്മെ ഹല്ലേലൂയ പുറപ്പെടുവിച്ചവൻ ആമേൻ ഹല്ലേലൂയ നിരാശരാക്കാതെ നമ്മെ ഹല്ലേലൂയ പറഞ്ഞതായ അവൻ സ്ഥാനത്തെത്തിച്ച നമ്മെ മാനിക്കുമെന്ന് വിശ്വസിക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അവൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്രകാരം ആലോചന പറയുന്നു. ചില ശ്രേഷ്ഠകരമായ അവൻ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും അവൻ ആർക്കും തന്നെ നിങ്ങളുടെ ജീവിതങ്ങളിൽ ചെയ്തു തരുവാൻ അവൻ സാധിക്കാത്തതായ ചില ഹല്ലേലൂയ നന്മകൾ ജീവിതത്തിൽ ഹല്ലേലൂയ നൽകുവാൻ നിങ്ങളെ കുറിച്ച് ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോൾ ആമേൻ പലപ്പോഴും ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വിരോധമായ ആമേൻ റബ്സാഖ്യമാരുടെ വാക്കുകൾ കേട്ട ദൈവത്തെ തള്ളിക്കളയുന്നതുകൊണ്ട് ദൈവികാലോചനകൾക്ക് നൽകേണ്ട പ്രാധാന്യം നൽകാതെ ആമേൻ ഹല്ലേലൂയ ആയിത്തീരുന്നത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കാതെ വേണം ആമേൻ ഹല്ലേലൂയ നിരാശരായി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എങ്ങനെ മുൻപോട്ട് പോകുമെന്നുള്ള ചിന്തയോടെ ഒരു ചോദ്യചിഹ്നമായിരിക്കുന്ന പ്രിയ ദൈവജനമേ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വന്നാൽ മുടങ്ങിപ്പോയതായ ചില ദൈവിക നന്മകൾ ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ കരങ്ങളിൽ അവൻ മടങ്ങി വരുമെന്ന ഹല്ലേലൂയ ദൈവം തന്റെ ആലോചന വിളിച്ചു പറയുന്നു. അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അവൻ തകർത്തു കളയുന്നതായ അവൻ സകല സാഹചര്യങ്ങളെയും അവൻ സൂക്ഷിച്ചൊഴിഞ്ഞുകൊണ്ട് അവൻ വാക്കുകളെ ഹല്ലേലൂയ അവൻ നിങ്ങൾ ശ്രദ്ധിക്കാതെ അവൻ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ അവൻ ദൈവിക ആലോചനകൾക്ക് അവൻ പ്രാധാന്യം നൽകുമെങ്കിൽ ഐശ്വര്യമായി അനുഗ്രഹിച്ച് അവൻ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന ദൈവമത്രേ കർത്താവ്. ഹല്ലേലൂയ. അവൻ നമുക്ക് അവൻ ഹല്ലേലൂയ വചനത്തിൽ അവൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ അവൻ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ ഒരിക്കലും നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തെ കോപിപ്പിച്ചാൽ ആമേൻ ഹല്ലേലൂയ നന്മകൾ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കില്ല. ദൈവജനമേ, അവൻ നഷ്ടങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതങ്ങളിൽ ആമേൻ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ആമേൻ ഹല്ലേലൂയ. ജീവന്റെ ഉടയവൻ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സകല നന്മകളും നമുക്ക് തരുവാൻ ആമേൻ ഹല്ലേലൂയ വിശ്വസ്തനത്രേ നമ്മുടെ കർത്താവ്. ആമേൻ ഹല്ലേലൂയ. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ആമേൻ ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ തകർത്തു കളയുന്ന ആരുടെയും വാക്കുകൾ കേട്ട് അതിന്റെ പുറകെ പോകരുത്. ആമേൻ ആ പ്രതികൂലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ
കൃപയിൽ ആമേൻ ഹാലലൂയ നാം ഉറച്ചു നിൽക്കുന്നവരാകാം. ഹല്ലേലൂയ. ഒരിക്കലും ദൈവ സ്നേഹത്തെ ആമേൻ ഹല്ലേലൂയ മറന്നു കളയരുത്. ഹല്ലേലൂയ. ആമേൻ ഒരിക്കലും ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ആമേൻ ഹല്ലേലൂയ മറന്നു പോകരുത്, ഉപേക്ഷിച്ച് കളയരുത്. ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 10-ാമത്തെ തിരുവചനം നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം ആമേൻ ഹല്ലേലൂയ കാണുവാൻ സാധിക്കും. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു, ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു എന്ന്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 47-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ ബാബേലും ആമേൻ ഹല്ലേലൂയ കൽദയരും ആമേൻ അഹങ്കാരത്തോടെ ആമേൻ ഹല്ലേലൂയ പറയുന്നു. ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ ആമേൻ സകല നേട്ടങ്ങളും അവരുടെ നാട്ടിലുള്ള സാമർത്ഥ്യം കൊണ്ട് അവൻ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ് എന്ന് ആമേൻ ഹല്ലേലൂയ അവിടെ ദൈവത്തിന് യാതൊരുവിധ സ്ഥാനവും അവൻ നൽകുന്നില്ല. അവൻ അവരുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ അവൻ ലഭിച്ചതായ സകല നന്മകളും അവരുടെ നാട്ടിലുള്ള സ്വന്തം കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ് എന്ന് അവൻ ഹല്ലേലൂയ ചിന്തിച്ചുകൊണ്ട് ആ ഒരു നിലവാരത്തിൽ കടന്നു പോകുന്ന ആമേൻ ഹല്ലേലൂയ ബാബേലിന്റെയും കൽദയരുടെയും അവസ്ഥ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ അവരോട് ദൈവം ന്യായവിധി നടത്തുന്നത് ആമേൻ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ നന്മകൾ തരുമ്പോൾ അത് ദൈവത്തിന്റെ ദാനമാണെന്ന് വിശ്വസിക്കുക നാം തയ്യാറാകേണ്ടത് ഏറെ അത്യാവശ്യമാണ്. പ്രിയ ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടല്ല ആമേൻ ഹല്ലേലൂയ ഒന്നും പ്രാപിച്ചെടുത്തത് എന്ന് തിരിച്ചറിയാതെ പോകരുത്. നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തെ അംഗീകരിപ്പാൻ മനസ്സില്ലാത്തവരായി അവൻ മുന്നോട്ട് പോയതായ ആമേൻ ഹല്ലേലൂയ ജനത്തോട് അവൻ ദൈവം ന്യായം വിധിക്കുന്നു. ആമേൻ ഹല്ലേലൂയ അവിടെ പറയുന്നു, ഇതാ അവർ താളടി പോലെ ആയി തീക്കിരയാകും, അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കുകയില്ല, അത് കുളിർ മാറ്റുവാൻ തക്ക കനലും കായുവാൻ തക്ക തീയുമല്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഹല്ലേലൂയ ആമേൻ ജനത്തെ നശിപ്പിച്ചു കളയുമെന്ന് ആമേൻ ഹല്ലേലൂയ ദൈവം അവിടെ ഹല്ലേലൂയ ആലോചന പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ സകലം തങ്ങളുടെ ഹല്ലേലൂയ സ്വന്തം ഹല്ലേലൂയ പ്രയത്നം കൊണ്ട് ആമേൻ നേടിയെടുത്തു എന്ന് ചിന്തിച്ചുകൊണ്ട് ആമേൻ ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരുമായ ആമേൻ ഹല്ലേലൂയ ആമേൻ വ്യക്തികളുടെ പുറകെ പോകുന്നതായ ജനത്തോട് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ശിക്ഷ വിധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ അവർ ആമേൻ അലഞ്ഞു പോകുവാൻ ഇടയാകും, ഒരിക്കലും രക്ഷ പ്രാപിക്കുകയില്ല എന്ന് ആമേൻ 15-ാമത്തെ വാക്യത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ യഹോവ ദൈവം അരുളി ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഒരിക്കലും ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ തരുമ്പോൾ അത് നമ്മുടെ സാമർത്ഥ്യമാണ് എന്ന് ചിന്തിക്കരുത്. ആമേൻ ഹല്ലേലൂയ നമ്മുടെ നാട്ടിലുള്ള ദൈവ സ്നേഹത്തെ നാം മുറുകെ പിടിക്കാം. ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ നമ്മുടെ ജീവിതത്തിൽ ദാനമായിട്ടത്രേ ആമേൻ നന്മകൾ ഓരോന്നും തന്നത് എന്ന് ആമേൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആമേൻ കർത്താവിനെ ആരാധിപ്പാനും നാം ഹല്ലേലൂയ ബാധ്യസ്ഥരാണ് എന്ന് മറന്നു പോകാതെ ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ആയിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ് എന്ന് മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ അവൻ ന്യായവിധി ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദൈവം അവൻ മുഖപക്ഷമില്ലാതെ ചെയ്യുന്നതാണ്. അവൻ അനുസരണക്കേട് കാണിച്ചാൽ അവൻ ഹല്ലേലൂയ സകലവും അവൻ ദൈവം ദാനമായി തരുമ്പോൾ അവൻ അത് ദൈവം തന്നതാണ് എന്ന് ചിന്തിക്കുവാൻ മനസ്സില്ലാത്തവരെ അഹങ്കാരത്തോടെ അവൻ ഹല്ലേലൂയ ആയിരിക്കാനിടയായാൽ അവൻ ഹല്ലേലൂയ അവൻ ന്യായവിധി നടത്താതെ ദൈവം നമ്മെ വെറുതെ വിടുകയില്ല. ദൈവം തരുന്ന നന്മകളെ തിരിച്ചറിയുവാൻ അവൻ ഹല്ലേലൂയ നാം മനസ്സൊരുക്കമുള്ളവരാകണമെന്ന് അവൻ ഹല്ലേലൂയ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ ഹല്ലേലൂയ 5-ാമത്തെ അധ്യായം ആമേൻ അവിടെ ഇപ്രകാരം പറയുന്നു, 5:24 ഇപ്രകാരം പറയുന്നു, ആമേൻ അതുകൊണ്ട് തീനാവ് താളടിയെ തിന്നുകളയുകയും വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോകുകയും ചെയ്യുന്നത് പോലെ അവരുടെ വേരും കെട്ടുപോകും, അവരുടെ പുഷ്പം പൊടി പോലെ പറന്നു പോകും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തം ആമേൻ ഹല്ലേലൂയ ഇസ്രായേലിൻ പരിശുദ്ധന്റെ വചനത്തെ നിന്ദിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് ആമേൻ ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ അവൻ ദൈവത്തിന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് അവൻ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടാൽ ആമേൻ ഹല്ലേലൂയ ദൈവം അവൻ നമ്മെ ഒരിക്കലും സ്നേഹിക്കുകയില്ല. അവൻ 21-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവർ അവൻ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റി കളയുമ്പോൾ ആമേൻ ഹല്ലേലൂയ നാം അത് ചെയ്യുവാൻ പാടില്ല എന്ന് അവൻ ചിന്തിക്കുവാൻ മനസ്സുള്ളവരാകാം. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ജ്ഞാനികളായി
ജ്ഞാനികളായി നമുക്ക് തന്നെ ഹല്ലേലൂയ ജ്ഞാനികളായി ഒരിക്കലും തോന്നരുത്. അവൻ വിവേകികളായി തോന്നരുത്. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒന്നുമല്ല പ്രിയ ദൈവജനമേ. അവൻ ഏതുമില്ലാതിരുന്ന നമ്മളെ അവൻ ഹല്ലേലൂയ ദൈവം മാനിച്ച് അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടും മിടുക്കുകൊണ്ടുമല്ല. ദൈവത്തിന്റെ ദാനമത്രേ, കൃപയത്രേ. അത് നാം തിരിച്ചറിയാതെ പോകരുത്. ആമേൻ ഹല്ലേലൂയ. വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്കും സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടമെന്ന് ആമേൻ ഹല്ലേലൂയ അവിടെ വിളിച്ചു പറയുന്നു. ആമേൻ ഹല്ലേലൂയ. നീതി ആമേൻ ഹല്ലേലൂയ ലഭിക്കേണ്ടവർക്ക് നീതി നിഷേധിച്ചുകൊണ്ട് അതിനർഹതയില്ലാത്തവർക്ക് നീതി ചെയ്യുന്നവരായിരുന്ന ഉടവാരിമനകര ശാരവരകമന റീഖാന ശാരവരകമന അവർക്ക് അയ്യോ കഷ്ടമെന്ന് യഹോവയായ ദൈവം വിളിച്ചു പറയുന്നു. അതേ പ്രിയ ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ. നാം കർത്താവുമായിട്ട് ഒത്തിരി ഹല്ലേലൂയ അടുത്ത് നിൽക്കുമ്പോൾ, അവൻ കർത്താവിന് വേണ്ടി അവൻ ഒത്തിരി പ്രയോജനപ്പെട്ട് നിൽക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആലോചന കഴിക്കുമ്പോൾ, നമുക്കെതിരെ സംസാരിക്കുമ്പോൾ, അതൊക്കെ നാം തിരിച്ചറിയുന്നവരായി ആമേൻ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നത് ഏറെ അത്യാവശ്യമാണ് എന്ന് മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് വിരോധമായിട്ട്, ദൈവത്തിന്റെ ആലോചനകൾക്ക് വിരോധമായിട്ട്, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതികൾക്ക് വിരോധമായിട്ട് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ശത്രുക്കളുടെ വാക്കുകൾ കേട്ട് ദൈവസ്നേഹത്തെ തള്ളിക്കളയുന്നവരായി മാറിപ്പോൾ ആമേൻ പ്രിയ ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ നമ്മെ താളടി പോലെ അവൻ തകർത്തു കളയുവാൻ അവൻ ഒരു വക്കോൽ കൂനയെ ആമേൻ ഹല്ലേലൂയ തീ ഹല്ലേലൂയ എങ്ങനെ ദഹിപ്പിക്കുന്നുവോ അതുപോലെ ദഹിപ്പിച്ചു കളയുവാൻ ദൈവം മടി കാണിക്കുകയില്ല എന്ന് മറന്നു പോകരുത്. അവൻ നമുക്കറിയാം വക്കോൽ കൂനയിൽ ആമേൻ ഹല്ലേലൂയ തീ ഹല്ലേലൂയ അടുത്താൽ അവൻ അതിന്റെ അവസ്ഥ എന്താണ് എന്ന്. ആമേൻ ഹല്ലേലൂയ അതുപോലെ ആമേൻ ഹല്ലേലൂയ നാം തകർന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആമേൻ ഹല്ലേലൂയ ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ള വാക്കുകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധ കൃപയ്ക്കുള്ളിലായിരിക്കാം ആമേൻ ഹല്ലേലൂയ നാം മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ ആഘാത ഹല്ലേലൂയ ബന്ധങ്ങൾ, ആമേൻ ഹല്ലേലൂയ ദൈവഹിതമില്ലാത്ത അവൻ ആരാധനാക്രമങ്ങൾ, അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട പ്രിയ ദൈവജനമേ. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നാം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പ്രാപിച്ചെടുക്കരുത്. അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കരുത്. ആമേൻ ഹല്ലേലൂയ. ഒരു പക്ഷേ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തകർച്ച കടന്നു വരുമ്പോൾ മറ്റുള്ളവർ പറയും ആമേൻ ഹല്ലേലൂയ ഈ ദൈവത്തെ ഹല്ലേലൂയ വിട്, അവൻ ഈ ദൈവസ്നേഹത്തെ ഹല്ലേലൂയ ഒന്ന് ഉപേക്ഷിക്കുക, അവൻ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ, അവൻ അവിടെ നിനക്ക് ഹല്ലേലൂയ നിന്റെ സകല വിഷയങ്ങൾക്കും പരിഹാരം ലഭിക്കുമെന്ന് ആമേൻ ഹല്ലേലൂയ. അപ്രകാരമുള്ള റബ്സാക്കേമാരുടെ വാക്കുകൾ കേട്ട് ദൈവസ്നേഹത്തെ നിന്ദിക്കുവാനോ ആമേൻ ഹല്ലേലൂയ തള്ളിക്കളയുവാനോടെയായ അവൻ വക്കോൽ കൂനയെ അവൻ തീജ്വാല ദഹിപ്പിക്കുന്നത് പോലെ നമ്മെ ദഹിപ്പിച്ചു കളയുവാൻ സർവശക്തനത്രേ നമ്മുടെ കർത്താവ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ നമ്മെ ആമേൻ ഹല്ലേലൂയ പുഷ്പം പൊടി പോലെ ആമേൻ ഹല്ലേലൂയ പറന്നു പോകുന്നത് പോലെ നമ്മെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അകറ്റിക്കളയുന്ന, നമ്മെ നശിപ്പിച്ചു കളയുന്ന ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കോപം ആമേൻ നമ്മുടെ മേൽ ഹല്ലേലൂയ വരാതെ ആമേൻ ദൈവിക നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്ന ആമേൻ സകല നന്മകളും പ്രാപിച്ചെടുക്കുവാൻ നാം യോഗ്യതയുള്ളവരായി മാറുവാൻ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ആകാത്ത ചിന്തകളും ആഗ്രഹങ്ങളും ഒന്നും വേണ്ട പ്രിയ ദൈവജനമേ. ആമേൻ ദൈവത്തിന് നമ്മെ അകറ്റി കളയുന്ന ആമേൻ ചിന്തകളൊന്നും തന്നെ നമുക്ക് വേണ്ട. ആമേൻ ഹല്ലേലൂയ പ്രവൃത്തികളൊന്നും തന്നെ വേണ്ട. ആമേൻ ഹല്ലേലൂയ അതൊക്കെ നമുക്ക് ഉപേക്ഷിച്ച് കളയാം. ആമേൻ ഹല്ലേലൂയ അതൊക്കെ നമുക്ക് ഹല്ലേലൂയ താൽക്കാലികമായ ആമേൻ സുഖവും സമാധാനവും നൽകുന്നതത്രേ. ആമേൻ ഹല്ലേലൂയ നന്മകൾ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും നമുക്ക് അവൻ നിലനിൽക്കുകയില്ല. എന്നാൽ ദൈവഹിതമായിട്ട് നാം പ്രാപിച്ചെടുക്കുന്ന നന്മകൾ അത് ജീവിത അവസാനം വരെയും നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കും. ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ. അതേ പ്രിയ ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ വിപരീതമായിട്ടുള്ള ആമേൻ ദൈവമായിട്ടുള്ള ബന്ധത്തിന് വിരോധമായിട്ടുള്ള വാക്കുകൾ കേട്ട് ഭയപ്പെട്ടിരിക്കാതെ അതിന്റെ മധ്യ ഒരു എഴുന്നേറ്റ് ആമേൻ പ്രകാശിപ്പാൻ തയ്യാറായാൽ ആമേൻ ഐശ്വര്യമായി നമ്മെ അനുഗ്രഹിപ്പാൻ ആമേൻ ഹല്ലേലൂയ തേജസ്സിനാൽ നമ്മെ നിറച്ച് നമ്മെ വഴി നടത്തുക. ആമേൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു. ആമേൻ നിന്റെ മേലെ യഹോവ ഉദിക്കും, അവന്റെ തേജസ് നിന്റെ മേലെ പ്രത്യക്ഷമാകുമെന്ന് ആമേൻ വചനം പറയുന്നു. അതേ പ്രിയ ദൈവജനമേ, അവൻ ഹല്ലേലൂയ പ്രതികൂലങ്ങളെയും തകർത്തുകൊണ്ട് അവൻ പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ അവൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവൻ ദൈവിക നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവ സ്നേഹത്തെ ഹല്ലേലൂയ അവൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടയാകുന്നുവെങ്കിൽ
നിൽക്കുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ തേജസ്സിനാൽ നമ്മെ നിറയ്ക്കുന്ന ദൈവമത്രേ നമ്മുടെ കർത്താവ്. അവൻ ദൈവത്തിന്റെ കൃപയാൽ നടത്തുവാൻ അവൻ ദൈവം സർവശക്തനത്രേ. ആമേൻ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുന്നു. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. ആമേൻ ഹല്ലേലൂയ. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാർ പാർശ്വത്വങ്ങൾ വഹിച്ചു കൊണ്ടുവരും. ആമേൻ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ. ദൈവത്തെ അവൻ തള്ളിക്കളയാതെ, ആമേൻ ദൈവത്തിന്റെ കൃപകളെ മറച്ചു കളയാതെ, ആമേൻ ഹല്ലേലൂയ അതിനെ ആമേൻ ഹല്ലേലൂയ വിട്ടൊഴിഞ്ഞ ഹല്ലേലൂയ ദൂരെ അവൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവം നമുക്ക് അവൻ സകല നന്മകളെയും അവൻ മടക്കി തരുമെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ആമേൻ ഹല്ലേലൂയ. സകല നന്മകളും നാം പ്രതീക്ഷിക്കാത്തതായ നന്മകൾ പോലും ചിലപ്പോൾ ഹല്ലേലൂയ അവന് പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലാത്ത അവൻ ഹല്ലേലൂയ ആശയ്ക്ക് അവൻ ഹല്ലേലൂയ യാതൊരുവിധ അവൻ ചാൻസും ഇല്ലാത്ത വിഷയങ്ങൾ പോലും അവൻ കർത്താവിന്റെ പ്രവൃത്തികളെ അവൻ കാണുവാൻ സാധിക്കുമെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ട അവൻ നമ്മുടെ കണ്ണുകൾ ശോഭിക്കത്തക്ക നിലവാരത്തിൽ ആമേൻ ഹല്ലേലൂയ ഹൃദയം അവൻ പിടച്ചു വികസിക്കത്തക്ക നിലവാരത്തിൽ നമ്മെ അനുഗ്രഹിപ്പാനും മാനിപ്പാനും ആ ദൈവം ആമേൻ ഹല്ലേലൂയ സർവശക്തനത്രേ. ഒരിക്കലും നമ്മെ തകർത്ത് കളയുന്നവരല്ല. ആമേൻ ഹല്ലേലൂയ നമ്മെ ഇല്ലായ്മ ചെയ്യുന്നവനല്ല നമ്മുടെ കർത്താവ്. അവൻ ദൈവത്തിന്റെ വചനപ്രകാരം ആമേൻ ഹല്ലേലൂയ പ്രതികൂലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ പ്രതിസന്ധികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ നിൽക്കുവാൻ അവൻ ഇടയാകുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ 60-ാം ആമേൻ ഹല്ലേലൂയ അധ്യായം അതിന് 22-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, കുറഞ്ഞവനായിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അവൻ സകല നന്മകളും തരുന്നവർ. ആമേൻ ഹല്ലേലൂയ. നാം പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ നമ്മെ മഹാജാതിയാക്കി ആമേൻ ഹല്ലേലൂയ അവൻ തക്ക സമയത്ത് നമ്മെ അനുഗ്രഹിച്ചു മാനിക്കുന്ന ദൈവം. ആമേൻ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ വിശ്വസ്തയോടെ ആയിരിക്കാം പ്രിയ ദൈവജനമേ. ആ കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് താണിരിക്കാം. വലങ്കരത്തിൽ 7 നക്ഷത്രങ്ങളെ വഹിച്ചവനായ അവൻ സൂര്യൻ അവൻ ശക്തിയോടെ ഹല്ലേലൂയ അവൻ പ്രകാശിക്കുന്നത് പോലെ പ്രകാശമുള്ള ദൈവത്തിന്റെ മുഖം അവൻ ആ കർത്താവിന്റെ തേജസ്സിൽ അവൻ വസിക്കുവാൻ അവൻ നമുക്ക് നമ്മെ തന്നെ അവൻ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അവൻ തകർത്തു കളയുവാൻ നോക്കുന്ന അവൻ ശത്രുവിന്റെ സകല അവൻ ചിന്തകളെയും പ്രവൃത്തികളെയും അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഹല്ലേലൂയ കർത്താവിന്റെ കൃപയിലേക്ക് അവൻ ഹല്ലേലൂയ നമുക്ക് നിലനിൽക്കാം. അവൻ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കാം. നമ്മെ അനുഗ്രഹിപ്പാനും നമ്മെ വർദ്ധിപ്പിക്കുവാനും ആമേൻ ഹല്ലേലൂയ പരിപാലിപ്പാനും വിശ്വസ്തനത്രേ നമ്മുടെ ഹല്ലേലൂയ സർവശക്തനായ ദൈവമെന്ന് വിശ്വസിപ്പാൻ ആമേൻ ഹല്ലേലൂയ ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ നാം ഒരിക്കലും മറന്നു പോകരുത്. ഉടവരമനകര റീഖമാന ഷാരവരകമാന ആമേൻ ഹല്ലേലൂയ. ഒരിക്കലും ആമേൻ ഹല്ലേലൂയ ദൈവം നമ്മെ അവൻ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിച്ചു കളയുകയില്ല. അവൻ ശത്രുവിന്റെ കയ്യിൽ നമ്മെ ഏൽപ്പിക്കുകയില്ല പ്രിയ ദൈവജനമേ. ആമേൻ ഹല്ലേലൂയ. ശത്രുവായവൻ എത്ര ശക്തിയോടെ നമുക്കെതിരെ ആഞ്ഞടിച്ചാലും ആമേൻ ഹല്ലേലൂയ നമ്മെ ജയാളികളാക്കി മാറ്റുവാൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച ആ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ആമേൻ ഹല്ലേലൂയ. ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ വിശ്വസ്തയോടെ ആയിരിക്കാം പ്രിയ ദൈവജനമേ. ആമേൻ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൃപയിൽ തന്നെ ആയിരിക്കാം. ആമേൻ ഒരിക്കലും ആ ദൈവ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി കളയാതെ അവൻ കർത്താവിന്റെ കരങ്ങളിൽ ആമേൻ ഹല്ലേലൂയ നാം സുരക്ഷിതരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ കർത്താവിന്റെ കരങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ഒരിക്കലും നാം ഹല്ലേലൂയ അനാഥത്വം അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നഷ്ടങ്ങളെ അനുഭവിക്കുവാൻ ഇടയാകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ കർത്താവിന്റെ കൃപയിൽ അവൻ ഉറപ്പ്